ഹായ് ഫ്രണ്ട്സ്, സ്വാദിഷ്ടം രുചികരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഒരു സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ഈവനിങ് സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് നമുക്ക് വേണ്ടത് ഒരു വലിയ സബോള. ഞാനിവിടെ ഒരു വലിയ സബോള എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഒരു വലിയ ക്യാരറ്റിൻ്റെ അരമുറി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് നമ്മൾ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഇങ്ങനെ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, അത് വേണം. ഇനി നമുക്ക് വേണ്ടത് ഒരു പച്ചമുളക് ഇങ്ങനെ വട്ടത്തിലരിഞ്ഞത്. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയിലേക്ക് പറഞ്ഞിരിക്കുന്ന ചേരുവകൾ ചേർക്കാം. അതായത് പച്ചമുളക്, അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി, പിന്നെ ചേർക്കേണ്ടത് ക്യാരറ്റ്, ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയാത്ത ഒരു ഐറ്റമാണ്. 1 ടേബിൾ സ്പൂൺ നമുക്ക് വറുത്ത അരിപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ നമുക്ക് ഒരു അരയും കൂടെ ചേർക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ടും വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഗ്രാം ഫ്ലവർ, കടലമാവാണ് വേണ്ടത്. അത് ഒരു 1.5 ടേബിൾ സ്പൂണിന് മുകളിൽ ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതാണ്. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കാം ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. കൊണ്ട് ക്യാരറ്റൊക്കെ ചേർന്നതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാനും നല്ലതാണ്. എല്ലാവർക്കും അത് ഒരു സ്നാക്സ് ആയിട്ട് കഴിക്കാനും നല്ലതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിതൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഓക്കെ, നമുക്കിനി ഇത് കുഴച്ചിട്ട് എനിക്ക് ഒരു ശകല അരിപ്പൊടിയും കൂടെ ചേർക്കാമെന്ന് തോന്നുന്നു. നമുക്കൊരു ശകല അരിപ്പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ട് നമുക്ക് പാകമാണോ എന്നൊന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ മാവ് ഏകദേശം ഇതുപോലെ വരണം. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. ഇതുപോലെ ഏകദേശം നമ്മുടെ മാവ് വരണം, ഇതുപോലെ. ഇനി നമുക്കിത് കൈകൊണ്ട് എടുത്തിട്ടൊന്ന് ഉരുട്ടി എടുക്കണം. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇതുപോലെ നമ്മൾ ഉരുട്ടി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തുക. ഇത് എൻ്റെ കയ്യിലുള്ളത് മൈലാഞ്ചിയാണ് കേട്ടോ, വേറൊന്നും വിചാരിക്കരുതാരും. ഇങ്ങനെ പരത്തിയെടുക്കുക. ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അതുപോലെ ഇതുപോലെ നടുവിൽ നമ്മളൊരു ഹോൾ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഹോൾ ഇട്ടാൽ ഇച്ചിരിയും കൂടി ഒരു ഭംഗിയായിരിക്കും. അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത് കേട്ടോ. നമ്മളിതേ ഗ്യാസേല ഒരു സ്റ്റൗ വെച്ച്, ഗ്യാസേല ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഉരുട്ടി വെച്ച ഈ ഉള്ളിവട നമുക്കതിലേക്ക് ഇടാം. നമ്മുടെ എണ്ണ ഏകദേശം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ വട പതുക്കെ ഇടാം.
ഇതാ നമ്മുടെ ഉള്ളിവട ഏകദേശം മറിച്ചിടാറായെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കാം. അതൊക്കെ മറിച്ചിടാം. ചെറിയ തീയിലിട്ടേ നമ്മൾ വേവിക്കാൻ പാടുള്ളൂ. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ ഇതിനകത്ത് നമ്മൾ കടലമാവ് ചേർക്കുന്നത് കൊണ്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ചെറു തീയിലിട്ട് നമ്മളൊന്ന് വേവിക്കുക. ഫുൾ ഫ്ലെയിമിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ മാത്രമേ ഇത് നമ്മൾ പൊരിച്ചെടുക്കാനായിട്ട്, ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പാടുള്ളൂ. ഏകദേശം നമ്മുടെ ഉള്ളിവട ഫിനിഷിംഗ് പോയിന്റിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് അകമൊക്കെ വേവണമെങ്കിൽ നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇതിൽ ചൂടാക്കി എടുക്കണം. ഒന്ന് മൊരിയിച്ചെടുക്കണം ഒന്നും കൂടി. നമ്മുടെ ഉള്ളിവട ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് പതുക്കെ നമുക്കൊന്ന് കോരിയെടുത്ത് വയ്ക്കാം. ഓക്കെ, ഇത് കണ്ടോ, നമുക്ക് പതുക്കെ അകത്തേക്ക് വയ്ക്കാം. ഓക്കെ, നമ്മുടെ ഉള്ളിവട സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യണം. എല്ലാവരും എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്നതിന് എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവരും ഇതൊന്ന് റെഡിയാക്കി നോക്കണമേ. സൂപ്പർ ഐറ്റം ആണേ. ഓക്കെ, നമ്മുടെ ഉള്ളിവട ഒന്ന് എടുത്ത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നല്ല ചൂടാണ്, കണ്ടോ? അതൊക്കെ നല്ല ഇതാണ്. സൂപ്പർ ഉള്ളിവടയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂടുണ്ടേ. ഓക്കെ, ബൈ.